എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 15ാമത്തെ സർഗത്തിലെ 6ാമത്തെ ശ്ലോകം മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദശരഥൻ്റെ പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ ഭാഗം ഭുജിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ധാരാളം ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും പരമർഷിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് ബ്രഹ്മാവിനോട് ഇപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ്. എന്താ പറയണതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. ഭഗവം സ്ത്വത്പ്രസാദേന രാവണോ നാമ രാക്ഷസ സർവാന്നോ ബാധതേ വീര്യാത് ശാസിതും തം ന ശക്നുമ. എല്ലാവർക്കും ഒരൊറ്റ പരാതിയേ ഉള്ളൂ ബ്രഹ്മാവിനോട് പറയാനായിട്ട്. എന്തായിരുന്നു അത്? അവരെല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്ത് പറഞ്ഞു, അതിനായിട്ട് അങ്ങനെ തന്നെ വന്ന് പറഞ്ഞതാവണം. അതുകൊണ്ടാണ് എല്ലാവരും ഒരൊറ്റ അഭിപ്രായം തന്നെ പറഞ്ഞത്. ഭഗവൻ സംബോധനയാണ്, ബ്രഹ്മാവിനെ സംബോധന ചെയ്തിട്ട് പറയാണ്, ത്വത്പ്രസാദേന, അങ്ങയുടെ പ്രസാദം കൊണ്ട്, രാവണോ നാമ രാക്ഷസ, രാവണൻ എന്നു പേരുള്ള രാക്ഷസൻ എന്താ ചെയ്യണത്? നോ സർവാൻ ബാധത്തെ, എല്ലാവരെയും, ഞങ്ങളെല്ലാവരെയും അയാൾ ആക്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും അത് ബാധിക്കുന്നുണ്ട്. വീര്യാത്, എങ്ങനെ ആക്രമിക്കുന്നത്? അയാളുടെ വീര്യം ഉപയോഗിച്ചുകൊണ്ട്. അയാളുടെ അഹങ്കാരിയാണ്, ഭയങ്കര ശക്തിമാനാണ്. മാത്രമല്ല ബ്രഹ്മാവിൻ്റെ പ്രസാദമുണ്ട്, അനുഗ്രഹമുണ്ട് താനും. ആരെയും പേടിക്കും വേണ്ട. അതുകൊണ്ട് അയാൾ ഞങ്ങളെല്ലാവരെയും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തൊരു കുഴപ്പം കൂടിയുണ്ട്? തം ശാസിതും ന ശക്നുമ, അയാളെ ശാസിക്കാൻ, അയാളെ ഒതുക്കിയിരുത്താൻ, അതായത് നമ്മളെയൊക്കെ ഇത്ര കണ്ട് ആക്രമിച്ചിട്ടും അയാളെ തിരിച്ചാക്രമിക്കാനോ തിരിച്ച് ഇല്ലാണ്ടാക്കാനോ ഒന്നും ആരെ കൊണ്ടും സാധിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സർവാന്നോ, അതായത് ഇപ്പോൾ വന്നിരിക്കുന്നവരായിട്ടുള്ള ദേവന്മാരെ, അർദ്ധദേവന്മാരെ, ഋഷിമാരെ എല്ലാവരെയും ഈ രാവണൻ ബാധിക്കുന്നുണ്ട്. എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്, എല്ലാവരുടെ ജീവിതത്തിനെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാവണനെ, രാക്ഷസനായിട്ടുള്ള രാവണനെ എതിർക്കാൻ ഞങ്ങളെ കൊണ്ടിട്ട് പറ്റണമില്ല. അതിന് അങ്ങാണ് കാരണം. അങ്ങയുടെ പ്രസാദം അയാളിൽ ഉണ്ട് താനും. അതുകൊണ്ട് ആ അഹങ്കാരം വച്ചിട്ടാണ് രാവണൻ ഞങ്ങളെയൊക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അയാളെ എതിർക്കാൻ, ശാസിക്കാൻ, അതായത് അടക്കിയിരുത്താൻ ന ശക്നുമ, വയം ന ശക്നുമ, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അടുത്ത ശ്ലോകം. അങ്ങെന്താ ചെയ്തത് അയാൾക്ക് വേണ്ടിയിട്ട്? ത്വയാ തസ്മൈ വരോദത്ത പ്രീതേന ഭഗവൻ പുരാ മാനയന്തശ്ച തം നിത്യം സർവം തസ്യ ക്ഷമാമഹേ. അങ്ങ് അയാൾക്ക് വരം കൊടുത്തില്ലേ? അതാണ് പറയണത്. ത്വയാ തസ്മൈ വരോദത്ത പ്രീതേന ഭഗവൻ പുരാ. ഹേ ഭഗവൻ, അല്ലയോ ഭഗവൻ, ബ്രഹ്മാവിനെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ്, അല്ലയോ ബ്രഹ്മദേവ, പുരാ പണ്ട്, ത്വയാ പ്രീതേന ത്വയാ, സന്തുഷ്ടനായി അങ്ങ് എന്തു ചെയ്തു? തസ്മൈ, അയാൾക്ക്, ആ രാവണന് വരോ ദത്ത, ധാരാളം വരങ്ങൾ കൊടുക്കേണ്ടായി. എന്നാ അത് നടന്നത്? വളരെ പണ്ടാണ്, ഇപ്പോൾ ഒന്നുമല്ല. വളരെ പണ്ടൊരിക്കൽ ആ രാവണൻ തപസ്സൊക്കെ ചെയ്തിട്ട് അങ്ങയെ പ്രീതിപ്പെടുത്തിയിട്ട് അങ്ങയുടെ കയ്യിൽ നിന്ന് കുറേ വരങ്ങളൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട്. അതിപ്പോഴൊന്നല്ല, പണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് മാനയന്തശ്ച തം നിത്യം സർവം തസ്യ ക്ഷമാമഹേ, അങ്ങ് പണ്ട് വരം കൊടുത്തൂലോ എന്ന് മാത്രം വിചാരിച്ചിട്ടാണ്. തം മാനയന്ത, അയാളെ ഞങ്ങൾ ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ആ അങ്ങ് ചെയ്ത ആ വരപ്രസാദം, വരദാനം, അതിനെ എതിർക്കണതാവരുതല്ലോ ഞങ്ങൾ ദേവന്മാരുടെ പ്രവൃത്തികൾ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞങ്ങളാരും തിരിച്ചടിക്കാത്തത്. മാത്രമല്ല അങ്ങ് കൊടുത്ത വരം അത് സഫലമാവണമെങ്കിൽ അങ്ങ് തന്നെ വിചാരിക്കണം. ദേവന്മാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണ തരത്തിലുള്ള വരവുമല്ല. അതാണ് മാനയന്തശ്ചതം, ആ വരത്തിനെ, അങ്ങയെയൊക്കെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചൊന്നും ചെയ്യണില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. നിത്യം സർവം തസ്യ ക്ഷമാമഹേ, എന്നും ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ആ രാവണൻ്റെ പ്രവൃത്തി ഒട്ടും ശരിയല്ല. എല്ലാവരെയും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയൊക്കെയാണ് ചെയ്യണതെങ്കിലും ദേവന്മാരും ഋഷിമാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒന്നും രാവണനെ ഇപ്പോഴും ആക്രമിക്കാത്തത് ആ വരം കൊടുത്തതിൻ്റെ മാഹാത്മ്യം കൊണ്ടാണ്. അങ്ങ് നൽകിയ വരത്തിൻ്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും അയാളെ ചെയ്യാൻ സാധിക്കുന്നുമില്ല. എന്നിട്ട് 8ാമത്തെ ശ്ലോകം നോക്കൂ.
ഉദ്വേജയതി ലോകാം സ്ത്രീനുച്ഛ്രിതാൻ ദ്വേഷ്ടി ദുർമതി ശക്രം ത്രിദശരാജാനം പ്രദർശയിതുമിച്ഛതി. ഇവിടെ പറയാണ് 3 ലോകങ്ങളെയും വെറുപ്പിക്കുകയാണ് അയാൾ, വിറപ്പിക്കുകയുമാണ് അയാൾ. അതാണ് ത്രീൻ ലോകാൻ ഉദ്വേജയതി, 3 ലോകങ്ങളെയും ഭയപ്പെടുത്തുന്നു. അതിൽ താമസിക്കുന്ന 3 ലോകങ്ങളിലും താമസിക്കുന്നവരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ രാവണൻ എന്നുള്ള പേര് കേട്ടാൽ തന്നെ പേടിയാണ്. എല്ലാവരെയും വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ദുർമതി സഹ, കുബുദ്ധിയാണ്, വേണ്ടാത്ത രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ രാവണൻ ഉച്ഛ്രിതാൻ ദ്വേഷ്ടി, അയാളെ ആക്രമിക്കുന്നവരെയും അയാൾ വെറുപ്പിക്കുകയാണ്. അതായത് എല്ലാവരെയും എതിർക്കുക, നല്ലവരെയും ചീത്തവരെയും കൂട്ടുകാരെയും ശത്രുക്കളെയും ഒക്കെ എതിർക്കുകയാണ്. ആരോടും ഇയാൾക്ക് യാതൊരു സഹതാപവും കരുണയൊന്നുമില്ല. അതുകൊണ്ട് ആർക്കും അയാളെ ഇഷ്ടവുമല്ല. ഉദ്വേജയതി ലോകാം സ്ത്രീനുച്ഛ്രിതാൻ ദ്വേഷ്ടി ദുർമതി, ദുർമതിയാണ്, ദുഷ്ടബുദ്ധിയായിട്ടുള്ള അയാൾ എല്ലാവരോടും ഒരേ രീതിയിലാണ് പെരുമാറുന്നത്, എല്ലാവരെയും വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ത്രിദശരാജാനം ചക്രം പ്രദർശയിതും ഇച്ഛതീച്ച. ത്രിദശരാജാനം എന്നുള്ള പ്രയോഗം ആർഷമായതുകൊണ്ടായിരിക്കാം ഇതിൽ വരുന്നത്. ശരിക്കും ത്രിദശരാജം എന്ന് മതി. രാജ എന്നുള്ള നകാരാന്ത ശബ്ദം സമസ്ത പദത്തിൽ വരുമ്പോൾ രാജ എന്ന പുല്ലിംഗത്തിലായി മാറാറുണ്ട്. മറ്റത് നകാരാന്താണ്. രാജാനം എന്ന് ഒറ്റയ്ക്ക് പ്രയോഗിക്കും, ത്രിദശരാജം എന്നേ പ്രയോഗിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇവിടെ ത്രിദശരാജാനം എന്ന് കാണാനുണ്ട്. എന്നിട്ട് ഇവിടെ പറയാണ് ത്രിദശന്മാർ, അതായത് ദേവന്മാരുടെ രാജാവാരാണ്? ശക്രനാണ്, ഇന്ദ്രനാണ്. ആ ഇന്ദ്രനെ പ്രദർശയിതും ഉപദ്രവിക്കാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേവന്മാരെയൊക്കെ ആക്രമിക്കുന്നുണ്ട്, സിദ്ധന്മാരെ, ഗന്ധർവന്മാരെ എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം സ്വായത്തമാക്കാൻ രാവണൻ മോഹിക്കുന്നുണ്ട്, അത് നടപ്പിൽ വരുത്തുന്നുമുണ്ട്. അങ്ങനെ ലോകത്തിന് മുഴുവനും ഉപദ്രവകാരിയായിട്ടാണ് ഇപ്പോൾ രാവണൻ അവിടെ വർത്തിക്കുന്നത്. എന്നിട്ട് ആരെയൊക്കെ ആക്രമിക്കുന്നുണ്ടെന്ന് ഒന്നുകൂടി പറയാണ്. ഋഷീൻ യക്ഷാൻ സഗന്ധർവാൻ ബ്രാഹ്മണാൻ അസുരാംസ്തഥാ അതിക്രാമതി ദുർധർഷോ വരദാനേന മോഹിത. വരദാനേന മോഹിതസ്സ, അങ്ങയുടെ വരദാനം കൊണ്ട് മുഗ്ധനായ, അതായത് അങ്ങ് പല പല വരങ്ങളും കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ഒരു സപ്പോർട്ട്, ഒരു സഹകരണം ആ അസുരന്, രാക്ഷസന് അഥവാ രാവണനുണ്ട്. അതുകൊണ്ട് അഹങ്കാരിയായിരിക്കുന്ന രാവണനുണ്ടല്ലോ, ആ രാവണൻ ഋഷിമാരെയും യക്ഷന്മാരെയും ഗന്ധർവന്മാരെയും ബ്രാഹ്മണരെയും, എന്തിന് അസുരന്മാരെ തന്നെയും, അയാളുടെ കൂട്ടത്തിലുള്ള മറ്റ് അസുരന്മാരെ, അതായത് രാവണനുമായിട്ട് അനുകൂലിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അനുകൂലിച്ച് ഒപ്പം നിൽക്കുന്നവരായിട്ടുള്ള അസുരന്മാരെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇത്തിരി അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവരെയൊക്കെ ആക്രമിച്ച് അയാൾ ഉപദ്രവിച്ച് കീഴടക്കും അല്ലെങ്കിൽ വധിക്കും. അതാണ് ബ്രാഹ്മണാൻ അസുരാംസ്തഥ അതിക്രാമതി ദുർധർഷോ, അവരെയൊക്കെ ദുർധർഷ സഹ അതിക്രാമതി, അവരെ മുഴുവനും അഹങ്കാരിയായിട്ടുള്ള പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഈ രാവണൻ തോൽപ്പിക്കുന്നു. എങ്ങനെ? വരദാനേന മോഹിത, ഇയാൾ വരദാനം കൊണ്ട് മോഹിതനാണ്. വരദാനം, രാവണനെ വരം കൊണ്ട് സന്തോഷിപ്പിച്ചത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ വരങ്ങളെ കൊണ്ട് താൻ എല്ലാം തികഞ്ഞവനാണ്, തന്നെ ആർക്കും തടുക്കാൻ സാധിക്കില്ല, വധിക്കാൻ സാധിക്കില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചു നടക്കുന്നവനായിട്ടുള്ള രാവണൻ എല്ലാവരെയും, ഋഷിമാരെയും ദേവന്മാരെയും ഗന്ധർവന്മാരെയും ഒക്കെ സ്ത്രീ പുരുഷ ഭേദമന്യേ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ വരെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ 10ാമത്തെ ശ്ലോകം നോക്കാം. നൈനം സൂര്യ പ്രതപതി പാർശ്വേവാദിനമാരുത ചലോർമിമാലീതം ദൃഷ്ട്വാ സമുദ്രോപി ന കമ്പതേ. ലോകത്തിലെ എല്ലാ വസ്തുവകകളും രാവണനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10ാമത്തെ ശ്ലോകത്തിൽ. സൂര്യ ഏനം ന പ്രതപതി, സൂര്യൻ എല്ലാവരെയും ഒരേപോലെ ചൂട് പിടിപ്പിക്കുന്ന ആളാണ്. സമുദ്രത്തിനെ ആയാലും വേണ്ടില്ല, ആനയെ ആയാലും വേണ്ടില്ല, മനുഷ്യരെ ആയാലും വേണ്ടില്ല, ഉറുമ്പിനെ ആയാലും വേണ്ടില്ല, സൂര്യൻ്റെ താപം എല്ലാവരിലേക്കും പകരാറാണ് പതിവ്. എന്നാൽ രാവണൻ്റെ അഹങ്കാരം കാരണം രാവണനെ പേടിച്ചിട്ട് സൂര്യൻ രാവണൻ്റെ മേലെ ഒരല്പം പോലും ചൂട് വർദ്ധിപ്പിക്കാറില്ല, രാവണനെ തപിപ്പിക്കാറില്ല. രാവണന് സൂര്യൻ്റെ ചൂട് ഒന്നും ഒരു പ്രശ്നമേ അല്ല. രാവണനെ പേടിച്ചിട്ട് സൂര്യൻ അവിടെ കഠിനമായിട്ട് പ്രകാശിക്കാറില്ല. രാവണന് അങ്ങനെ ചൂടൊന്നും അനുഭവപ്പെടാറില്ല.
സൂര്യൻ അത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊരാളാരാണ്? മാരുത. കാറ്റാകട്ടെ പാർശ്വേനവാദി, രാവണൻ്റെ സമീപത്ത് കൂടി പോലും വീശുന്നില്ല. കാറ്റിനെ ആരാണോ തൻ്റെ അടുത്ത് ആക്രമിക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് വരണത് അവരെ മുഴുവനും തോൽപ്പിക്കുക എന്നുള്ളതാണ് രാവണൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് പറയണത് കാറ്റ് അടുത്തേക്ക് പോലും വീശി വരുന്നില്ല. ഇനി സമുദ്രമാണ് ഏറ്റവും വലുതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. ആ സമുദ്രത്തിന് പോലും രാവണനെ ഭയമാണ്. ചലോർമിമാലി സമുദ്ര അഭി തം ദൃഷ്ട്വാ ന കമ്പതേ. ചല ഊർമിമാലി, ഊർമിമാലകളെന്ന് പറഞ്ഞാൽ തിരമാലകൾ. തിരമാലകൾ ഇങ്ങനെ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ടുള്ള സമുദ്രം പോലും രാവണനെ കണ്ടാൽ അനങ്ങാതെയാവും. ന കമ്പതേ, അവിടെ തിരമാലകൾ നിൽക്കും, വലിയ വലിയ അലകൾ വരലൊക്കെ നിൽക്കും, അനങ്ങാതെയാവും. അത്രയ്ക്ക് പേടിയാണ് സൂര്യനും അതുപോലെ വായുദേവനും വരുണദേവനും സമുദ്രത്തിനുമൊക്കെ രാവണനെ. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറയാണ് തന്മഹന്നോ ഭയം തസ്മാത് രാക്ഷസാത് ഘോരദർശനാത് വധാർത്ഥം തസ്യ ഭഗവന്നുപായം കർത്തുമർഹസി. അതുകൊണ്ട് അല്ലയോ ബ്രഹ്മദേവ, അങ്ങ് ആ ഘോരനായിട്ടുള്ള രാക്ഷസനെ വധിക്കാനുള്ളൊരു ഉപായം കണ്ടെത്തണം. എല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ച് ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കാനും സാധിച്ചു. അതാണ് ഞങ്ങൾക്ക് വളരെ പേടിയാണ്. തസ്മാത് ഘോരദർശനാത് രാക്ഷസാത്, കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന രൂപമുള്ളവനായിട്ടുള്ള ആ രാക്ഷസനിൽ നിന്ന് നഹാഭയം മഹത്, ഞങ്ങൾക്ക് വളരെ പേടിയുണ്ട്. അതായത് ഏറ്റവും ശക്തിമാന്മാരായിട്ടുള്ള കാറ്റും സമുദ്രവും സൂര്യനുമൊന്നും രാവണൻ്റെ അടുത്തേക്ക് പോലും പോണില്ല. അവർക്ക് വരെ രാവണനെ പേടിയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. ഞങ്ങൾക്കൊക്കെ വളരെ ഭയമാണ്, രാവണൻ്റെ അടുത്തേക്ക് പോകാൻ വളരെയധികം പേടിയാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? തസ്യ വധാർത്ഥം ഉപായം കർത്തും അർഹസി. അതുകൊണ്ട് ആ രാക്ഷസനെ രാവണനെ വധിക്കാനുള്ള ഉപായങ്ങൾ അങ്ങ് കണ്ടെത്തുക തന്നെ വേണം. അതെന്തുകൊണ്ടാണ് ഈ രാവണനെ വധിക്കേണ്ട ഉപായം ബ്രഹ്മാവിനോട് പറയണത്? ബ്രഹ്മാവാണല്ലോ വരമൊക്കെ കൊടുത്തിട്ട് അയാളെ പരിപോഷിപ്പിച്ചുകൊണ്ട് നടക്കണത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ, വരങ്ങൾ കൊടുത്ത ആൾക്ക് മാത്രമേ അയാൾക്കുള്ള ശിക്ഷ കൂടി നടപ്പിൽ വരുത്താൻ പറ്റുള്ളൂ. അയാളെ എങ്ങനെയാണ് വധിക്കപ്പെടേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള വഴികൾ ബ്രഹ്മാവിനോട് നോക്കാനായിട്ട് പറയുകയാണ്. എന്തൊക്കെയാണ് അതിനുശേഷം ബ്രഹ്മാവ് ദേവന്മാരോടൊക്കെ ആയിട്ട് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഭഗവം സ്ത്വത്പ്രസാദേന രാവണോ നാമ രാക്ഷസ സർവാന്നോ ബാധതേ വീര്യാച്ഛാസിതും തം ന ശക്നുമ ത്വയാ തസ്മൈ വരോ ദത്തഃ പ്രീതേന ഭഗവൻ പുരാ മാനയന്തശ്ച തം നിത്യം സർവം തസ്യ ക്ഷമാമഹേ ഉദ്വേജയതി ലോകാം സ്ത്രീനുച്ഛ്രിതാൻ ദ്വേഷ്ടി ദുർമതി ശക്രം ത്രിദശരാജാനം പ്രദർശയിതുമിച്ഛതി ഋഷീൻ യക്ഷാൻ സഗന്ധർവാൻ ബ്രാഹ്മണാനസുരാംസ്തഥാ അതിക്രാമതി ദുർധർഷോ വരദാനേന മോഹിത നൈനം സൂര്യഃ പ്രതപതി പാർശ്വേ വാദിനമാരുത ചലോർമിമാലീതം ദൃഷ്ട്വാ സമുദ്രോപി ന കമ്പതേ തന്മഹന്നോ ഭയം തസ്മാദ് രാക്ഷസാത് ഘോരദർശനാത് വധാർത്ഥം തസ്യ ഭഗവന്നുപായം കർത്തുമർഹസി. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.